ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. പിന്നീട് ക്വീൻ ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. ഫോർ ഓഫ് വാൻസ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. വൺസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പൊ ഇവിടെ 9 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ കാത്തു നിൽക്കുന്ന എനർജിയാണ്. മനസ്സിലായോ? ഒരേ ഒരു വാണ്ടിൽ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് വളരെയധികം വിഷമത്തോടുകൂടി, ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടി, വേദന അനുഭവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വേദനയോടുകൂടി എന്തോ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന എനർജിയാണ്. മനസ്സിലായോ? ഒന്നുകിൽ ഇതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഇതൊരു സാഹചര്യമാവാം. ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ, ജീവിതത്തിൽ തന്നെ ഒരു കംപ്ലീഷൻ ലഭിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 കൂടി ഉണ്ട്, ഒന്നുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ 10 ആവൂ. 10 വരുമ്പോഴാണ് കംപ്ലീഷൻ ആവുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ വ്യക്തികളെ കാത്തിരിക്കുന്ന എനർജി ആവാം. കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ അവർ വന്നു ചേരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാവാം. നിങ്ങൾ തമ്മിൽ ഒന്ന് ചേർന്ന് എന്തെങ്കിലും ജോലിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അത് പക്ഷെ സാധിക്കുമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യാതൊരു വിവരവും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇത്രമാത്രം ഹൃദയം നുറങ്ങുന്ന വേദന അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികം വരാനോ, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾക്ക് സാമ്പത്തികം തരാനുണ്ടായിരിക്കുക. അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും ജോലി കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് വെച്ചിട്ടുള്ളതാവണം. അതിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ കഴിയാത്തതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നോക്കി നിൽക്കുന്ന ഈ ഒരു കാര്യം എന്താണോ ഇവിടെ ആഗ്രഹിക്കുന്നത്, നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം വന്നു ചേരാതെ ഇവിടെ ഒരു സന്തോഷം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഏതൊരു കാര്യവുമാകാം, ചിലപ്പോൾ എന്തിൻ്റെങ്കിലും റിസൾട്ട് ആയിരിക്കാം. അത് വരുമോ എന്നുള്ള ആകാംക്ഷയോ ഫിയർ ഒക്കെ, ഇവിടെ ഫിയർ ആണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ ആകാംക്ഷ വന്നിട്ടുണ്ട്, അടുത്തായിട്ട് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. എന്തോ വന്നു ചേരാനുള്ള ഫിയർ, ആകാംക്ഷ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് മറികടന്നു പോകണമെങ്കിൽ കുറേ നൂലാമാലകളുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സൊസൈറ്റി ഫിയർ അനുഭവിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മറ്റാരെങ്കിലും അറിയുമോ, അല്ലെങ്കിൽ എൻ്റെ ഈ പരാജയം മറ്റാരെങ്കിലും അറിയുമോ എന്നൊക്കെയുള്ള പേടിയാണ്. മനസ്സ് വല്ലാതെ തളർന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സ് വല്ലാതെ തളർന്നിരിക്കുന്ന ആ ഒരവസ്ഥയിൽ ഒരിക്കലും അങ്ങനെ തന്നെ ഇരിക്കാൻ പാടില്ല. മനസ്സിലായി? നിങ്ങൾ എപ്പോഴത്തേക്ക് സ്ട്രെങ്ത് കൊണ്ടുവരണം. എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് പറ്റില്ല, അങ്ങനെ ഇരുന്നാൽ നിങ്ങൾ അങ്ങനെ ഇരുന്ന് പോവുകയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ജീവിതത്തിൽ എഴുന്നേറ്റം വരണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സക്സസ് വരണോ, നിങ്ങൾ ഇവിടെ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരറിയുന്നോ? എന്തറിയാനാണ്? അവരവിടെ അറിഞ്ഞുകൊള്ളട്ടെ. എനിക്ക് എൻ്റെ കാര്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരണം എന്നുള്ള പരിപൂർണമായ പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകാൻ. അല്ലാതെ നിങ്ങൾ എന്നും പേടി അനുഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങൾ ഇത്തരത്തിൽ നല്ല ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ്, മായയിൽ പെട്ടിരിക്കുകയാണ്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു നെഗറ്റീവ് എനർജിയാണ്. റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അയ്യോ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ളത്.
സൊസൈറ്റി ഫിയർ അനുഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിയർ ഇല്ലാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മനസ്സിലായി? മനസ്സിനെ ഒരിക്കലും തളരാൻ നിങ്ങൾ സമ്മതിക്കരുത്. ആ തളർച്ചയിൽ നിന്നുമാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഉയർത്തെഴുന്നേൽക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് വിജയം കൊണ്ടുവരേണ്ടതും നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കേണ്ടതും അപ്പോൾ മാത്രമാണ്. മനസ്സിലായോ? ഇതെന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തളർച്ച തരുന്നത്? നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തളർച്ച തരുന്നത്. അപ്പോൾ തളർച്ചയിൽ പേടിച്ച് വിഷമിച്ച് എനർജി കളഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഒരു നല്ല കാലം നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടെ നിന്ന് മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. തീർച്ചയായിട്ടും ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി ഉണ്ടല്ലോ, ഇവിടെ 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർത്തപ്പെടും. നിങ്ങളെ സമൂഹത്തിൽ മാനിക്കപ്പെടുന്ന ഒരു, മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു എനർജി വരുന്നുണ്ട് ഇവിടെ. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളിവിടെ ഒരുപാട് ആകാംക്ഷയിലാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ തളർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ മതിയാകൂ. ഇവിടെ നിങ്ങൾക്കൊരു പദവി വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്കായി ചിലത് കാത്തു വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് എപ്പോഴും അബണ്ടൻസിലാണ്, നിങ്ങൾക്ക് ഇതെല്ലാം തരും. മനസ്സിലായി? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം യൂണിവേഴ്സ് തരും. പക്ഷെ എപ്പോഴാണ് തരുന്നത്? അതിന് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തന്നെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ മാത്രമാണ് തരുന്നത്. അല്ലാതെ വെറുതെ നിങ്ങൾ മടി പിടിച്ചിരിക്കുമ്പോഴോ പേടിച്ചിരിക്കുമ്പോഴോ ഒന്നും നിങ്ങൾക്ക് ഇന്നാ നീ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് തരില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങളിവിടെ ധൈര്യപൂർവ്വം മുന്നോട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ എഫർട്ട് എടുത്ത് മുന്നോട്ട് വരിക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് സമയത്ത് നിങ്ങൾക്ക് തരുന്നത്. അതിനായിട്ടുള്ള എനർജി വൈബ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് നേടണമോ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എനർജി ലെവൽ അല്പം കൂടി ഉയർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ അതാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജി ലെവൽ ഇവിടെ ഉയർന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ സമൂഹത്തിൽ നല്ല പോലെ കോൺഫിഡന്റ് ആയിട്ടും പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് കഴിയും. നിങ്ങൾ അട്രാക്റ്റീവാണ്. നിങ്ങളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വളരെ നല്ല വ്യക്തികളാണ്. നിങ്ങളിവിടെ തോറ്റു പിന്മാറേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായോ? നിങ്ങൾ ഉയരത്തിലേക്ക് വരേണ്ടവരാണ്. പക്ഷെ നിങ്ങൾ സ്വയം അധപ്പതിച്ചു പോവരുത്. നിങ്ങൾ ഉയർന്നു വരിക. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു ബട്ടർഫ്ലൈയെ പോലെ വളരെയധികം വർണ്ണശബളമായ ചിറകുകളോടുകൂടിയൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പറക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വരുന്നുണ്ട്. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു നല്ല ഒരു പദവി ലഭിക്കാൻ ആരും ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യമല്ലേ നമുക്ക് ബട്ടർഫ്ലൈസ് ഉള്ളത്. അതാണ് പറയുന്നത്. ബട്ടർഫ്ലൈയുടെ കാര്യം കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് വരും തീർച്ചയായിട്ടും. ഇവിടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കും. 4 ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്പിരിച്വലായിട്ട് അഥവാ ആത്മീയപരമായി ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജോലിക്കാര്യങ്ങളാണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹമാണോ, നിങ്ങൾ വിചാരിക്കുന്ന ചില സന്തോഷങ്ങളിലേക്ക്, ജീവിതത്തിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകാനുള്ള സമയം നിങ്ങൾക്കിവിടെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരും. ഈ വ്യക്തികൾക്ക് വേണ്ടിയാണോ ഇവിടെ കാത്തു നിൽക്കുന്നത്? അവർ നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് യാതൊരു വിധത്തിലും നിങ്ങൾ വിഷമിക്കേണ്ടതായ കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധിച്ചു കിട്ടുന്നതാണ്. ചിലരുടെ വിവാഹം നടക്കുന്ന എനർജിയാണ്. അതുപോലെ വീട് വാങ്ങിക്കുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ജീവിതത്തിന് തന്നെ പൊതുവെ ഒരു സന്തോഷവും സ്റ്റെബിലിറ്റിയും ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. സെലിബ്രേറ്റ് ചെയ്യുന്ന ജീവിതം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ. ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജി ഇവിടെയുണ്ട്. വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോഡിന്റെ എനർജി.
പേജ് ഓഫ് കപ്സ്. ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ജോലി നോക്കിയിരിക്കുന്നു നിങ്ങൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കാലം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവണം. മനസ്സിലായി? മറ്റുള്ളവർ ശ്രമിച്ചിട്ട് നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാവണം. ഒന്നുകിൽ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നത്. നിഷ്കളങ്കരായ ചില വ്യക്തികൾക്ക് മാത്രമാണ് ഒരുപാട് അനുഭവങ്ങൾ വരുന്നത്. കാരണം എന്താണ്? അങ്ങനെയുള്ള വ്യക്തികളാണ് കുറച്ചുകൂടി ഒന്നും ആലോചിക്കാതെ ആപത്തിലേക്ക് എളുപ്പത്തിൽ പെട്ടുപോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മനസ്സിൽ കളങ്കമില്ല എങ്കിൽ അതങ്ങ് വിശ്വസിച്ചു പോകും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ആരെങ്കിലും സാമ്പത്തികം ചോദിച്ചിട്ട് പെട്ടെന്ന് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കളങ്കമില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അവരെ സഹായിക്കാൻ പോകും. അവരെ അതേ സമയത്ത് നമ്മളെ ആകപ്പാടെ നമ്മളെ ഒന്ന് തൂക്കി അളന്നിട്ടായിരിക്കണം അവർ ചിലപ്പോൾ ചോദിക്കാൻ വരുന്നത് തന്നെ. അപ്പോൾ അവരുടെ കെണിയിൽ വീഴുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അത്രയും കാപട്യം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാഞ്ഞിട്ടാണ്. മനസ്സിലാവും? ഒന്നുകൂടി കടന്ന് ചിന്തിക്കാനുള്ള ആ ബുദ്ധിയില്ലായ്മ നിമിത്തമാണ്, അല്ലെങ്കിൽ മനസ്സിൽ കളങ്കമില്ലാഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ മറ്റൊരാളിന്റെ കെണിയിൽ വീഴുന്നത്. മനസ്സിലായ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയെങ്കിലും അങ്ങനെയുള്ള കെണിയിൽ വീഴാതെ സൂക്ഷിക്കണം. ഇവിടെ അതാണ് കാണുന്നത്. കണ്ടില്ലേ, പെട്ടെന്നാണ് ഇവിടെ പരാജയം സംഭവിക്കുന്നത് ജീവിതത്തിൽ. പക്ഷേ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. കാരണം ഇവിടെ നിന്ന് നിങ്ങളെ തേച്ച് മിനുക്കി എടുക്കും യൂണിവേഴ്സ്. മനസ്സിലായി? ഈ പരാജയത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ വീഴ്ത്തിയ ഈ ചതിക്കുഴിയിൽ നിന്നും നിങ്ങളെ ഉയർത്തി എടുക്കും ആര്? യൂണിവേഴ്സ്. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഇവിടെ അതിന്റെ ബാക്കിൽ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരും, ജോലിയും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ ജോലി കിട്ടാൻ, ടീച്ചറായിട്ട് ജോലി വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ? നഴ്സായിട്ട് നോക്കിയിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഹോം നഴ്സായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ജോലിയിലേക്ക് നിങ്ങൾ ഇവിടെ പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ സാധിക്കുന്ന ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക്, സ്വന്തമായിട്ട് സാമ്പത്തികം നേടുന്ന എനർജി ഉണ്ടോ, മണി ഏൺ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, ഫ്രീഡം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും. സാമ്പത്തികമാണ് ഒരു വ്യക്തിയെ, ഫിനാൻഷ്യൽ ഫ്രീഡമാണ് ഏറ്റവും ഉയർന്ന ഒരു തരത്തിലേക്ക് മാറ്റി വെക്കുന്നത്, അല്ലേ? ഇല്ല എങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമോ? ഫിനാൻസ് ഇല്ല എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വരുന്ന, ഒരു നല്ലൊരു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ മാസാമാസം കുറച്ച് സാമ്പത്തികം കിട്ടുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈനീട്ടി വാങ്ങിക്കേണ്ട അവസ്ഥ വരും. അതെല്ലായ്പ്പോഴും നിങ്ങൾക്ക് മതിയാവുകയുമില്ല. പിന്നീട് അവരുടെ വായിലിരിക്കുന്നതും കൂടെ കേട്ട് ആകപ്പാടെ അപമാനം നിറച്ച ഒരു ജീവിതമായിരിക്കും പിന്നീട് മുൻപോട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇവിടെയോ അതുവഴി നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നു, ഫ്രീഡം കിട്ടുന്നു, ഇൻഡിപെൻഡന്റ് ആവുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങളിലേക്ക് സ്നേഹവും വരുമ്പോൾ എല്ലാം കൂടെ വരും, അല്ലേ? ഒരു കാര്യത്തിന് സന്തോഷം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരും. ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ കർമ്മ തുടങ്ങിയിട്ടുണ്ടോ, തീർച്ചയായിട്ടും പടിപടിയായിട്ട് ഓരോരോ ദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അസുഖങ്ങൾ വരാം, ആപത്തുകൾ വരാം, അതുപോലെ സാമ്പത്തിക നഷ്ടം വരാം, മറ്റു പല കാര്യങ്ങളിലും വിഷമങ്ങൾ ഉണ്ടാവാം. ഇല്ല എങ്കിലോ നല്ല ഒരു സമയത്തിലേക്ക് നിങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വരാൻ പോകുന്നത്? സാമ്പത്തികം വരും, അതിനോടൊപ്പം തന്നെ സ്നേഹിക്കാനും ആൾക്കാരുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് ആരോ ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യാനും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനും നിങ്ങളുടെ ഇഷ്ടം നേടാനും ആരൊക്കെയോ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി ഇതുമല്ല എങ്കിൽ നിങ്ങൾ ജോബ് നോക്കിയിരിക്കുന്ന ആൾക്കാരാണോ, കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഭിവൃദ്ധി വേണമെന്ന് നോക്കിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇവിടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും.
അത്തരത്തിലുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. കണ്ടില്ലേ, ഇവിടെ അതാണ് വന്നിരിക്കുന്നത്. അവിടെ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെയാണ് ജോലി സാധ്യതകൾ വരുന്നുണ്ട്, സാമ്പത്തികത്തിന്റെ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുമാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നുണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ വാഹനം വാങ്ങിക്കുന്ന എനർജി ആവാം, അതുമല്ല എങ്കിൽ വാഹനം സ്വന്തമായിട്ടുണ്ട്, അതിനായിട്ട് ലൈസൻസ് എടുക്കാൻ നോക്കിയിരിക്കുന്നവർക്കോ മറ്റു പല കാര്യങ്ങൾക്കും മനോബലം കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. വിൽ പവർ ആണ് ഇവിടെ. നിങ്ങളുടെ വിൽ പവർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടൊരു സക്സസ്സിലേക്ക് വരാൻ കഴിയും. എന്തിനു ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോക്കസ് അനുസരിച്ച് നിങ്ങളിലേക്ക് സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആരെയും ആശ്രയിക്കാതെ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് പോകാൻ ഇവിടെ സാധിക്കും. കാരണം നിങ്ങൾ നല്ല ദൈവാനുഗ്രഹം ഉള്ള ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എന്തൊരു സാഹചര്യം വന്നാലും, സുഖം വന്നാലും ദുഃഖം വന്നാലും, നെഗറ്റീവ് എനർജി ആണോ പോസിറ്റീവ് എനർജി ആണോ, അപ്പോൾ ഏതിനെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. ഇന്നർ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ പിണങ്ങിയിരിക്കുന്നവർ തമ്മിലുള്ള റീയൂണിയൻ നടക്കുന്ന സാധ്യതയും ഇവിടെയുണ്ട്. ആ ഒരു എനർജി നമുക്കിവിടെ പറയാൻ പറ്റും. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ പുതിയതായിട്ട് വാഹനം വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. നല്ല ദൈവഭക്തരാണ്, വിഷ്ണു ഭക്തരോ ശിവഭക്തരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഇത് കാണുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ മിസ്സിങ് എനർജി ഉണ്ട്. അതുപോലെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി ഉണ്ട്. ആരുടെയോ സ്നേഹത്തിന് വേണ്ടി ഇവിടെ സ്നേഹം പറയുന്നുണ്ടല്ലോ, ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയും ഉണ്ട്. നിങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ സ്നേഹമായിട്ട് മുൻപേ പിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ശത്രുത ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നിങ്ങളിലേക്ക് സ്നേഹത്തിന് വേണ്ടി അടുത്തു വരുന്നതായിട്ടും നിങ്ങളുടെ സ്നേഹം അവർ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ പിന്നെയും ജോലി നോക്കിയിരിക്കുന്ന എനർജിയാണ്. കണ്ട ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. ഇവിടെ ഒരുപാട് പേരുടെ ഒരു അവസ്ഥ ഇതാണ്, ഒരുപാട് പേരുടെ എനർജി ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്ത് ജോലി ലഭിക്കുക, എങ്ങനെ ഹോം നേഴ്സായിട്ടോ അല്ലെങ്കിൽ നഴ്സിങ്ങിന് വേണ്ടി ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തികത്തിലേക്ക് മാത്രം ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുമല്ല എങ്കിൽ മറ്റാരോടെങ്കിലും കൂടെ ചേർന്ന് വീട്ടിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെക്കാം. ഏതെങ്കിലുമൊക്കെ ബിസിനസ്സിൽ നിങ്ങൾ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതുവഴി നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളൊരു നല്ല ഹീലറാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഡോക്ടറാവാം, നഴ്സാവാം, ടീച്ചറാവാം, അങ്ങനെയൊക്കെ ഉള്ളവരല്ലേ മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് മൂൺ കാർഡ് ഇവിടെ രണ്ട് അടുത്ത് വന്നിട്ടുണ്ട്. നേരത്തെ എടുത്തതിലും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേടിക്ക് ശേഷം പേടി അനുഭവിച്ച് അതിനെല്ലാം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്ത് നിന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം ഇവിടെ തീർന്നു. പലപ്പോഴും നമ്മൾ വിധി എഴുതുകയല്ലേ, ഓ എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ഇനി എനിക്കൊരു നല്ല ജീവിതമില്ല എന്നൊക്കെ വിധി എഴുതിയിരുന്നിടത്ത് നിന്നും വീണ്ടും നിങ്ങൾ നല്ലൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു ജന്മത്തിലേക്കുള്ള ഒരു വരവ്, അതായത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക്, ഇത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടു കൂടി ലഭിക്കുന്നതാണ് ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവർ തിരികെ എത്തുന്നു, നിങ്ങൾ ഒന്നിച്ചു ചേരുന്നു, സോൾമേറ്റ് കണക്ഷൻ ഉള്ളവർ ആണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അത് അങ്ങനെ വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് എടുക്കാവേ.
എന്താണ് ഇന്നത്തെ ഫോർച്യൂൺ നിങ്ങൾക്ക് നോക്കാം. ലവ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. ഹാൻഡ് ഷേക്ക് ആണ്. റെയിൻബോ ഒരു കാർഡ് കൊണ്ട് എടുക്കാവേ. വിയർ ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ്. ആർക്കെങ്കിലും ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു എനർജിയാണ്. കുറച്ചൊന്ന് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ സാമ്പത്തികപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ യു ആർ ഹൈലി തോട്ട് ഓഫ് എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആർക്കൊക്കെ ഇവിടെ ലവ് വരുന്നുണ്ട്, മനസ്സിലായി, സ്നേഹം ആർക്കൊക്കെയോ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടല്ലോ, പേജ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയോ ഇവിടെ സ്നേഹം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെയെങ്കിലും ഒരു അപരിചിതനെ അപരിചിതയെ അല്ലെങ്കിൽ പരിചയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയേക്കാം. മനസ്സിലായി. അതൊരു പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളാവാം. ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിന്ന് കൂടിച്ചേരാനുള്ള എനർജി ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം. അത് വളരെ സൂക്ഷിക്കുകയും വേണം. റെയിൻബോ ആണ് വന്നിരിക്കുന്നത്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് എ സിറ്റുവേഷൻ ഈസ് ഓവർ. കണ്ടില്ലേ, ഇവിടെ റെയിൻബോ വന്നു കഴിഞ്ഞാൽ എന്താണിത്? ഈ റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7 കളേഴ്സ് ഉണ്ടല്ലോ, വിബ്ജ്വർ അല്ലേ. ഇവിടെ ഈ ഒരു കളേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചക്രാസിന്റെ കളേഴ്സാണ്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഈ ഒരു ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യത്തെ നമ്മളിവിടെ മറികടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അത് തീരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി. അപ്പൊ ഇന്നത്തെ ദിവസം ആർക്കും വലിയ വിഷമത്തിന് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. സപ്പോർട്ടിംഗ് ആണ് വേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഈ റീഡിങ്ങിലെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും പറ്റും. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായി. അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രേ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.